ചിലപ്പോൾ കുരിശെന്താണെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ത്രാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങളെയും മറ്റേ തട്ടിൽ ഏകമകനെയും വെച്ച് തൂക്കി നോക്കുമ്പോൾ നിങ്ങളിരുന്ന തട്ട് താണുപോയി, അയാളിരുന്ന തട്ട് ഇങ്ങനെ ഉയർന്നു പൊങ്ങി. അതിൻ്റെ പേരാ കുരിശ്. അങ്ങനെ കുർബാനക്കകത്ത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന വാക്കാണ് ഇത്, എടുത്തുകൊള്ളുക. അസൽ ആ ഒരു വാക്കാണ് നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്തെങ്കിലും എടുത്തുകൊള്ളുക. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. നമ്മളൊരു 8ൽ പഠിക്കുമ്പോഴാണ് അധ്യാപകനായ അപ്പ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ജോലിക്ക് പോയില്ല. അതൊരു വിഷാദകാലത്തിൻ്റെ, ഡിപ്രഷൻ്റെ എപ്പിസോഡായിരുന്നു. സ്വാഭാവികമായിട്ട് ആ ഒരു സർവീസ് ബ്രേക്ക് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളുണ്ട്. ആ ഒരു കാലത്തെ അത്തരം നമ്മുടെ ഈ ആശങ്കകളെ അഭിമുഖീകരിക്കാനായിട്ട് സഹായിച്ചത് ഇങ്ങനെ സഹാധ്യാപകരായിരുന്നു. അവർ എടുത്തു തീർക്കേണ്ട പോർഷൻസ് ശ്രദ്ധിച്ചു തുടങ്ങി. കൃത്യമായിട്ട് ആ ക്ലാസ്സിനെ മോണിറ്റർ ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയിലും ഇങ്ങനെ ഒപ്പിടേണ്ട ലെഡ്ജറുമായിട്ട് സ്കൂളിൽ നിന്ന് പ്യൂൺ ചേട്ടൻ, ലൂയിസ് ചേട്ടൻ വന്നു. മാസത്തിൻ്റെ അവസാന ദിവസം ഇങ്ങനെ സാലറി ഒപ്പിടിപ്പിക്കാനായിട്ട് അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ക്ലർക്ക് വരുന്നു. ഒരാളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ടിൽ ഉലഞ്ഞു പോകുന്ന ഒരു ഭവനാന്തരീക്ഷം. അമ്മയ്ക്കൊക്കെ ഒരു 40 വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. എങ്ങനെയാണ് ആ കാലത്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിലൊക്കെ അമ്മ അഭിമുഖീകരിച്ചെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് പിടുത്തം പോലും കിട്ടുന്നില്ല. പക്ഷെ കൈത്താങ്ങായിട്ട് ഇത്തരം സഹാനുഭൂതിയുള്ള മനുഷ്യർ വന്നു. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ മനുഷ്യരെ ജനറോസിറ്റി എന്ന്, ഇങ്ങനെ മാഗ്നാനിമസ് നമ്മൾ പറയും. അതും ജനറോസിറ്റിയൊക്കെ ഇങ്ങനെ ഒരേ പദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിഗ് ഹാർട്ട് എന്നാണ്. കാര്യം പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഈ മുഷ്ടിയോളം വലിപ്പമേ ഉള്ളൂ ഹൃദയത്തിന്. നിങ്ങളൊരു ഭേദപ്പെട്ട മനുഷ്യനാവുന്നത് ഈ ചുരുട്ടിയ മുഷ്ടി ഇങ്ങനെ പതുക്കെ നിവർത്തി തുടങ്ങുമ്പോഴാണ് അതിങ്ങനെ അപാരതയോളം, അനന്തതയോളം ബന്ധവും വലിപ്പവും ഉണ്ടാവുന്നു. വലിയ മനുഷ്യരുള്ളാനായിട്ടുള്ള ക്ഷണോ ജൂൺ മാസം തീരുകയാണ്. ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത ആ ഒരു നമുക്കറിയാം, ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാള്. ഇങ്ങനെ എന്തുമാത്രം ഒരു ഹൃദയത്തിന് ഇങ്ങനെ ആ ചിത്രം പോലും കാണിക്കുന്ന എന്താ, കേൾക്കുമ്പോൾ കുട്ടിത്തരമായിട്ട് തോന്നാവുന്നു, സില്ലിയാന്ന് തോന്നാവുന്ന ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം കിടപ്പുണ്ട്. നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയം നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സൺഡേ ക്ലാസ്സിൽ കുട്ടി പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം നമ്മളിങ്ങനെ പലതുകൊണ്ടും മൂടി വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഹൃദയം, നമുക്കറിയാം. എന്നാൽ യേശുവിൻ്റെ ഹൃദയമാവട്ടെ ഏറ്റവും ചെറിയ വൾണറബിലിറ്റിക്ക് പോലും വിധേയപ്പെടുന്ന വിധത്തിൽ ഇങ്ങനെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അകത്തുള്ള ഹൃദയം, പുറത്തുള്ള ഹൃദയം എന്ന് പറയുന്ന സംഭവമാണ്. അതാണ് ഇങ്ങനെ ബിഗ് ഹാർട്ടഡ് നമ്മൾ പറയുക, മഗ്നാനിമസ് എന്ന് പറയുക. ഇതേ ജനറോസിറ്റിയുടെ റൂട്ടെന്ന് എത്തിമോളജി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗത്തിനകത്താണ് ഈ ജെൻറ്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ വാക്കുണ്ടാവുക. കുലീന നിലനിൽപ്പെന്ന് അതിൻ്റെ അർത്ഥം. ലോകത്തെ ഏറ്റവും കുലീനരായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ അക്കാലത്തെ അടിമകളായ മനുഷ്യരായിരുന്നു. നമ്മൾ പല ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള കണക്ക് ഇങ്ങനെ ആ ദേശത്തെ ഏറ്റവും അടിമകളായ മനുഷ്യർ ഇങ്ങനെ തങ്ങളെ തന്നെ പരസ്പരം വിശേഷിപ്പിച്ചിരുന്ന വാക്ക് രാജകീയ പുരോഹിതന. അത്രയും കുലീന ജീവിതമുണ്ടായ ഈ മനുഷ്യരുടെ കുലീനത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം അവർ പുലർത്തിയിരുന്ന ഈ ഉദാരത എന്ന് പറഞ്ഞ ഒരു സവിശേഷമായ ഒരു മൂല്യമായിരുന്നു, സുവിശേഷ മൂല്യമായിരുന്നു. അതങ്ങനെ സംഭവിച്ച് പറ്റുമോ? കാരണം ഇതിൻ്റെ ഒരു 2 ഘട്ടങ്ങളായിട്ട് ഞാൻ ആ വിചാരത്തിന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്തൊരു ട്രാൻസ്ഫോമിങ് പോയിൻ്റ് ഉണ്ട്. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ രൂപാന്തരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഭേദപ്പെട്ട ഇങ്ങനെ അപാരതയുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങളെ ഉള്ളിലേക്ക് കുടിപ്പാർപ്പിച്ചേ പറ്റും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിചാരം ആരംഭിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വചനത്തിൽ നിന്നാണ്.
രാത്രി യേശുവിനൊരു അതിഥി ഉണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് അയാളുടെ പേര് നിക്കോദേമോസ് എന്നാണ്. അയാൾക്ക് ഇങ്ങനെ പുലരിയിൽ വന്ന് വെളിപ്പെടുത്താനായിട്ട് സ്വയം വെളിപ്പെടുത്തുന്നുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സത്യാന്വേഷികൾ സഞ്ചരിച്ചിരുന്ന രാവെന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ എടുക്കാം. എന്തോ ആവട്ടെ, ആ ഒരു ഗുരു സാന്നിധ്യത്തിനടുത്തിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പഞ്ച് തരുന്ന ഒരു ലൈനെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചത് കൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. ചിലപ്പോൾ കുരിശെന്താന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ത്രാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങളെയും മറ്റേ തട്ടിൽ ഏകമകനെയും വെച്ച് തൂക്കി നോക്കുമ്പോൾ നിങ്ങളിരുന്ന തട്ട് താണുപോയി, അയാളിരുന്ന തട്ട് ഇങ്ങനെ ഉയർന്നു പൊങ്ങി. അതിൻ്റെ പേരാ കുരിശ്. ഓരോ കുരിശും പറയുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ ജനറോസിറ്റിയെക്കുറിച്ചാണ്. നമ്മളിങ്ങനെ യേശുവിൻ്റെ ബലി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അതിങ്ങനെ യേശുവിൻ്റെ ബലി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ പിതാവിൻ്റെ ബലിയാണ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. നമുക്കറിയാം, സഹിക്കുന്നത് പിതാവാണ്. പലപ്പോഴും അതിൻ്റെ ഹവിസിലേക്ക് വീഴുന്ന ഒരു വ്യക്തിയോ സൂചനകളോ അല്ല ഈ കരിഞ്ഞു പോകുന്നത്, അവശേഷിക്കുന്നവരാണ്. അബ്രഹാമിൻ്റെ ബലിയൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിചാരമായിട്ട് മാറുന്നത്. അബ്രഹാം ഇങ്ങനെ കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊടുവാൾ ഉയർത്തുമ്പോഴേക്കും ആ കുഞ്ഞിനെ വേണ്ട ഒരു ആട്ടിൻകുട്ടിയെ മതി എന്ന് പറയുമ്പോൾ പിടുത്തം കിട്ടി. അല്ലെങ്കിൽ അബ്രഹാമത്തിൻ്റെ മകന് പകരമായിട്ട് ഈ ആട്ടിൻകുട്ടിയെ കരുതി വെച്ചിരുന്ന ഒരാൾ തൻ്റെ മകന് പകരമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചില്ല എന്നുള്ളതാണ് ഈ കുരിശിൻ്റെ ഉദാഹരണം എന്ന് പറയുക. അപ്പം ഇങ്ങനെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള ഒരു വിചാരമാണ്. ഇതിനകത്തും ഇങ്ങനെ ഒരഞ്ഞൊരിഞ്ഞ് മാത്രമേ നമുക്ക് ശുദ്ധീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ജനറോസിറ്റി എന്ന് പറയുന്നത് അവനവൻ്റെ ഇങ്ങനെ സമ്പന്നതയിൽ നിന്നോ അവനവൻ്റെ ആഡംബരങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കൈമാറി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രക്രിയയുടെ പേരല്ല ഉദാരത. അതിങ്ങനെ ഉടനീളം പുലർത്തുന്ന ഒന്നാണ്, ഒരു സവിശേഷമായ മനോഭാവം. അപ്പം അത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് ആദിയിലെ ആ ഒരു സ്വഭാവത്തോടൊപ്പം ജീവിച്ച ഒരാൾ ഇങ്ങനെ മാംസമായി നമ്മുടെ കൂടെ നടന്നപ്പോൾ അല്ലെങ്കിൽ ഉദാരതയുടെ ഏറ്റവും വലിയ പര്യായമായ സിനോനിമായിട്ട് മാറി. എവിടെങ്കിലും യേശു ഒരു കാര്യം തനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നിരന്തരം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു, നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ ചെറിയ വിശ്രമങ്ങളിൽ ഇങ്ങനെ അമരങ്ങളിലൊക്കെ കിടന്നുറങ്ങേണ്ട വിധത്തിലുള്ള തിരക്കുള്ള ഒരു ജീവിതം. എല്ലാവർക്കും നേരം കൊടുത്തു. ഇങ്ങനെ എല്ലാം കൊടുത്ത് അവസാനം ഇപ്പം നമ്മൾ വലിയ പ്രാധാന്യമുള്ളതായിട്ട് കരുതുന്ന ഈ കുർബാനയൊക്കെ എന്താണ്? മടങ്ങിപ്പോകുന്നതിന് തലേ രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇനി ആകപ്പാടെ എൻ്റെ കൈവശമുള്ള ഈ ശരീരം മാത്രം, ഈ ശരീരത്തെ കൂടി എടുത്തുകൊള്ളുക. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ മേരിയെ കൊടുത്താണ് ഇത് അവസാനിക്കുന്നത്. അവശേഷിക്കുന്ന ഒരേ ഒരു ബന്ധം അമ്മയാണ്, അമ്മയെ കൂടി എടുത്തുകൊള്ളുക. അപ്പോൾ ഈ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ മുഴക്കമുണ്ട്. അങ്ങനെ കുർബാനക്കകത്ത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന വാക്കാണ് ഇത്, എടുത്തുകൊള്ളുക. അസൽ ആ ഒരു വാക്കാണ് നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്തെങ്കിലും എടുത്തുകൊള്ളുക. ആ എടുത്ത് കൊള്ളുന്നതിൻ്റെ ഒരു ആനന്ദം. കടമ്പകൾ ഒത്തിരി ഉണ്ട്. കടമ്പകൾ ഇങ്ങനെ നമ്മൾ ബേസിക്കലി സെൽഫിഷാണ്, അതിനകത്ത് തർക്കമില്ല. നമുക്കൊരു അക്യുസേറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പിടുത്തം കിട്ടും. ഈ മനസ്സിൻ്റെ താളം തെറ്റിയ മനുഷ്യർ ആദ്യം ചെയ്യുന്നൊരു കാര്യം അവർക്ക് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത, നിത്യജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുമെന്ന് കരുതാത്ത കാര്യങ്ങളൊക്കെ ഇനി ശേഖരിച്ച് വെക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ മനസ്സിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു പൊക്കണമൊക്കെ ഉണ്ടാകും. അതിനകത്ത് ഒരു കാര്യം പോലും അവരൊരു ഡെയിലി യൂസിന് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് മാറിപ്പോകുമ്പോൾ, നമ്മൾ റോയായിട്ട് തുടങ്ങുമ്പോൾ, നമ്മളിൽ തന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വരാവുന്ന ഒരു വല്ലാത്തൊരു സംഭവം ഇങ്ങനെ എല്ലാം ശേഖരിച്ച് വെക്കുക എന്നുള്ള. അപ്പം ആ ഒരു പുരാതന കടമ്പയെ കുറുകെ കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആ പുരാതന കടമ്പയെ കുറുകെ കടക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, ഇങ്ങനെ ഗോതമ്പ് മണി സൂക്ഷിക്കേണ്ട പത്തായത്തിനല്ല, മറിച്ച് വയലിലേക്കാണ്. നിങ്ങളിലോട്ട് തന്നെ ചുരുണ്ടുകൂടിയിരിക്കാൻ വേണ്ടിയല്ല. അസലി ചുരുണ്ടുകൂടിയിരിക്കുന്നതിനകത്തുനിന്നാണ് മനുഷ്യൻ്റെ ജീവിതം ഇത്രയും മെലങ്കോളിക്കായിട്ട് മാറുന്നത്. ദുഃഖം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും ചുരുങ്ങിപ്പോയ ആകാശം എന്നാണ്. നിങ്ങൾ എന്തുമാത്രം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തുമാത്രം കൈ നീട്ടുന്നുണ്ട്, എന്തുമാത്രം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ, അത്രയും അവിടെ നമ്മളിലേക്ക് ആഗ്രഹിക്കുന്ന ആനന്ദത്തിലേക്കുള്ള നടപ്പാതയും തെളിഞ്ഞു വരിക. ഈ എല്ലാവരുടെ കയ്യിലുമൊക്കെ പുതിയ ഫോണൊക്കെ ഇല്ലേ, വെറുതെ ഒന്ന് ഈ ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറഞ്ഞ സംഭവം, സന്തോഷത്തിൻ്റെ ഹോർമോൺസ് തന്നെ അടിച്ചു നോക്കുക. അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന എല്ലാ ഹോർമോൺസും സംഭവിക്കുന്നത് only when you begin to stretch.
ഒന്നെങ്കിൽ ഇങ്ങനെ മെഡിറ്റേഷൻ പോലെ സംഭവം കൈകൂപ്പി നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നേച്ചറിലേക്ക് പോവുക, നടക്കാൻ പോകുന്നതൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് അത് ആരംഭിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ മനുഷ്യനിലേക്ക് ഇങ്ങനെ ആൾട്രൂയിസ്റ്റിക്കായിട്ട് ജീവിക്കുക. അപ്പോൾ എന്തുമാത്രം സ്ട്രെച്ച് ചെയ്യുന്ന അത്രയും ആനന്ദം വരും. അപ്പോൾ ഈ ജനറോസിറ്റിയുടെ ആനന്ദം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം ഈ ഗ്രീഡ് എന്ന് പറയുന്ന, ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്ന കടമ്പ കുറുകെ കടന്നേ പറ്റൂ. ഈ പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, വെള്ളാനെന്ന് പറയുന്ന സംഭവം. വെള്ളാനെന്ന് പറയുന്നത്, ആ പ്രയോഗം വരുന്നത് ഇങ്ങനെ പഴയ ഏതോ ഒരു കാലത്തിനകത്ത് മനുഷ്യർ ഈ ശത്രുക്കളെയൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ അവർക്കൊരു അൽബിനോ, ഒരു വെള്ളാന കൈമാറിക്കൊണ്ട്. ആ വെള്ളാനെന്ന് പറയുന്ന അക്കാലത്ത് വളരെ സേക്രട്ടായിട്ടാണ് കരുതപ്പെട്ടുകൊണ്ടിരുന്നത്. അതൊരു ഡിഫക്റ്റീവായൊരു സംഭവമാണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമായിരുന്നില്ല. മറിച്ച് അതിങ്ങനെ വളരെ പുണ്യപ്പെട്ട, വളരെ പവിത്രമായിട്ട് ഒന്നായിട്ട് കണക്കാക്കപ്പെട്ടത് കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, അതിനെ നിലനിർത്താനായിട്ടും വളരെ കോസ്റ്റ്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. കാരണം അതിൻ്റെ ഒരു പാരഫർണിയ നിലനിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അലങ്കാരങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ ആനയിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ ഈ പറഞ്ഞ ആ ശത്രുവിൻ്റെ കീശ പതുക്കെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ അയാളുടെ കൈവലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചക്രം ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വെള്ളാനയായിട്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സമ്പത്തിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് അതിൽ തന്നെ വലിയ അപകടം പിടിച്ചൊന്നുമില്ല, പക്ഷേ അത് നിലനിർത്താനായിട്ട്, അത് വർദ്ധിപ്പിക്കാനായിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പുലർത്തുന്ന ഒരു വല്ലാത്തൊരു ഇങ്ങനെ സ്വാർത്ഥതയുടെ ഒരു ജീവിതമുണ്ട്. അതിനകത്ത് പുറത്ത് കിടക്കും. ഏറ്റവും ബേസിക്കായിട്ട് കാര്യം മാത്രമാണ് ബൈബിൾ പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും അതിന് പറയാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ ദശാംശം കൊടുക്കാൻ പറയുന്നതൊക്കെ അങ്ങനെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദശാംശം പറയുന്നില്ല യേശു ദശാംശത്തെ ഏതെങ്കിലും തരത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, ദശാംശത്തെ ഒരിക്കൽ പരാമർശിക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം സറ്റയർ ഒളിപ്പിച്ചുകൊണ്ടാണ്, അത്യാവശ്യം അതിനകത്ത് സിനിസിസത്തിലാണ് യേശു അത് പറയുന്നത്. നിങ്ങൾ ഇന്ന കാര്യങ്ങളുടെയൊക്കെ ദശാംശം കൊടുത്തിട്ട് നിങ്ങളിൽ നിന്ന് കരുണയും സ്നേഹവും ഒക്കെ ചോർന്നു പോകുന്നു. നിങ്ങളിങ്ങനെ കൊതുകുകളെ അരിച്ചു മാറ്റിയിട്ട് ഒട്ടകങ്ങളെ വിഴുങ്ങുന്നു പറയുന്ന വല്ലാത്തൊരു ബ്ലാക്ക് ഹ്യൂമർ വരുന്ന ആ കോൺടസ്റ്റിലാണ്. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് ഈ ദശാംശം പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് പുതിയ നിയമത്തിൻ്റെ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം? അതിങ്ങനെ മദർ തെരേസ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. തനിതുമാത്രം കൊടുക്കണമെന്ന് ചോദിച്ച ഒരു ധനികനോട് അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഗീവ് അണ്ടിൽ ഇറ്റ് ഹേർട്സ് യു, അണ്ടിൽ ഇറ്റ് പിഞ്ചസ് യു. ഇങ്ങനെ തൊലിയിൽ സ്ക്രാച്ച് വരുന്ന വിധത്തിൽ കൊടുക്കുക എന്ന് പറയുന്ന അത് എൻ്റെ ഒരു ചെറിയ കാലത്തിൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദരിദ്രരായ മനുഷ്യരാണ് അതിനകത്ത് കൃത്യമായിട്ട് ഒരു നിലപാട് സൂക്ഷിക്കുന്നത്. ധനികർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പിടുത്തം കിട്ടാൻ പറ്റുന്ന ഒരു സാമൂഹികമോ വൈകാരികമായ ബന്ധങ്ങളൊന്നുമില്ല. ദരിദ്രർ ഈ ആവശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് അവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടെ ഒരു മെസ്സിൻ്റെയൊക്കെ കോൺടസ്റ്റിലൊക്കെ എനിക്കിത് നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. ഇങ്ങനെ തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ശ്രദ്ധയും തങ്ങളുടെ സമയവുമൊക്കെ ഈ അപരന് വേണ്ടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെയൊക്കെ സർപ്ലസ് ആയിട്ടുണ്ടെന്ന് കരുതുന്ന മനുഷ്യരല്ല, ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ഫ്രൂഗലായിട്ടുള്ള നിലനിൽപ്പുള്ള മനുഷ്യരാണ്. മദർ തെരേസയ്ക്ക് ഇത് പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊടിയ ദാരിദ്ര്യമുള്ള ഒരു കാലത്തിനകത്ത് ഒരമ്മ വന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു പിടിയിൽ ചോദിക്കുന്നുണ്ട്. അവിടെ കുറച്ച് അമ്മയുടെ കൈവശമുള്ളൂ, അത് കൊടുക്കുന്നു, ആശ്രയി പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഗ്രെയിൻ കിട്ടുന്നു. അപ്പോൾ ഇത് വളരെ കുറച്ചായതുകൊണ്ട് ഇവർക്ക് കൊടുത്തേക്കാമെന്നൊക്കെ ഓർത്തിട്ട് അമ്മ അവർക്കുള്ള കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ള ഒരു ബാക്കി ധാന്യമായിട്ട് ചെല്ലുമ്പോൾ ആ സ്ത്രീയില്ല, അടുപ്പിലിങ്ങനെ കഞ്ഞി വേകുന്നുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ഇന്ന് കിട്ടിയ അരിയിൽ നിന്ന് പകുതി ഇങ്ങനെ വേറൊരു ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിലേക്ക് കൊടുക്കാൻ പോവുക. ദരിദ്രർക്ക് ഈ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അവർക്ക് ആ കൃത്യമായിട്ട് എൻ്റെ പശ്ചാത്തലം അറിയാം. അപ്പോൾ എന്തുമാത്രം ഈ കടമ്പുകളെ കുറുകെ കടന്നിട്ട് വേണം ഒരാൾ ഈ ജനറോസിറ്റി എന്ന് പറയുന്ന ആ വലിയ തുരുത്തിലേക്ക് ഇങ്ങനെ തുഴഞ്ഞെത്താനായിട്ട്. ഈ കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെ ആഫ്രിക്കൻ പായലൊക്കെ തള്ളിമാറ്റി, നമ്മൾ പോളയൊക്കെ തള്ളിമാറ്റി പോകുന്നതൊക്കെ പലതും നോക്കുമ്പോൾ വളരെ ദുർബലമാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സഞ്ചാരത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതിനെ തട്ടിമാറ്റി ഈ പറഞ്ഞ ഉദാരതയുടെ ഒരു തുരുത്തിലേക്ക് പോകാനായിട്ട് അവിടുത്തെ ഒരു ക്ഷണമുണ്ട്. ആ ക്ഷണത്തെ ഗൗരവമായിട്ട് എടുക്കുക. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം
സന്നിധാനം